നമസ്കാരം. ടൈറ്റാനിക്കിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. വലിയൊരു കൂറ്റൻ മഞ്ഞുപാളിയിലിടിച്ച് മൺമറഞ്ഞു പോയ ടൈറ്റാനിക്. പിന്നീടത് ചലച്ചിത്രമായപ്പോൾ വീണ്ടും വലിയ ചർച്ചാ വിഷയമായി. ടൈറ്റാനിക് ദുരന്തമുണ്ടായിട്ട് 112 വർഷം പിന്നിടുന്നു. മഞ്ഞുമലയിൽ ഇടിച്ച് ആഡംബര കപ്പൽ തകരാനിടയായത് താപപ്രതിഭാസം മൂലമുണ്ടായ മരീചിക കാരണമെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. അങ്ങനെ വീണ്ടും ടൈറ്റാനിക് നമ്മുടെ വാർത്തകളിലേക്ക് ഇടം പിടിക്കുന്നു. അതിജീവിതരുടെ മൊഴികളെ ആധാരമാക്കി നടത്തിയ ഈ പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സൺഡേ ടൈംസ് പുറത്തുവിട്ടു. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ ഇംഗ്ലണ്ടിലെ സൗത്ത് ഹാംപ്ടണിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കന്നിയാത്ര ആരംഭിച്ചത്. 2224 യാത്രക്കാരുണ്ടായിരുന്നു. ഏപ്രിൽ 14 രാത്രി 11:40 കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നു. 2 മണിക്കൂർ 40 മിനിറ്റിനുള്ളിൽ കപ്പൽ മുങ്ങി. 1500ഓളം പേർ മരിച്ചു. മഞ്ഞുമലയിൽ ടൈറ്റാനിക് ഇടിക്കാൻ കാരണമായത് എന്താണ് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ വിശദീകരണം ലഭ്യമായിരുന്നില്ല. ദുരന്ത സമയത്ത് തെളിഞ്ഞതും മൂടൽമഞ്ഞില്ലാത്തതുമായ അന്തരീക്ഷമായിരുന്നു എന്നാണ് രക്ഷപ്പെട്ടവരൊക്കെ പറയുന്നത്. ചക്രവാളം മൂടൽമഞ്ഞിനാൽ മറഞ്ഞിരുന്നതിനാൽ മഞ്ഞുമല വ്യക്തമല്ലായിരുന്നു എന്നാണ് ജീവനക്കാരുടെ വാദം. എന്നാൽ ഇത് മൂടൽമഞ്ഞായിരുന്നില്ല, മറിച്ച് ഒരു മരീചിക ആയിരുന്നു എന്നാണ് അതിജീവിതരുടെ മൊഴികൾ പരിശോധിച്ച് വിദഗ്ധർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നുകൂടി വിശദമാക്കാം. അതായത് അന്തരീക്ഷ താപനിലയിൽ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ഈ മരീചികയ്ക്ക് കാരണം. പ്രകാശകിരണങ്ങൾ അപവർത്തനം മൂലം വളയുകയും വിദൂര വസ്തുക്കളുടെ സ്ഥാനം മാറിയ പോലെ അനുഭവപ്പെടുകയും ചെയ്യും. കപ്പൽ ജീവനക്കാർ മുകളിൽ നിന്ന് നോക്കുമ്പോൾ യഥാർത്ഥ ചക്രവാളത്തിനും റിഫ്രാക്റ്റഡ് ചക്രവാളത്തിനും ഇടയിലുള്ള സ്പേസ് മൂടൽമഞ്ഞ് പോലെ അനുഭവപ്പെടുകയും മുന്നിൽ ഇരുണ്ട നിലയിൽ കാണപ്പെട്ട മഞ്ഞുമല ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. 112 വർഷങ്ങൾക്ക് ശേഷമാണ് എന്തുകൊണ്ടാണ് മഞ്ഞുമല കപ്പൽ ജീവനക്കാരുടെ കണ്ണിൽ പെടാതിരുന്നു എന്നതിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണം വരുന്നത്.